കന്നാ സാറേ, അങ്ങയുടെ ഗാർഡനിൽ എന്താ ഇത്രയും ബുക്സ്? അതിപ്പോ സാലറി കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ചിലപ്പോ കാശിന് വേണ്ടി പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടാവും, അതാ. എന്നാൽ അദ്ദേഹം എവിടെ പോയി? എടാ, എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാ അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാ. എടാ കുട്ടികളെ, ആഹാ കൊള്ളാലോ, ഈ ബുക്കുകളൊക്കെ ഖന്നാ സാറിന്റെ ശബ്ദത്തിൽ നിലവിളിക്കുകയാണല്ലോ. എടാ കുട്ടികളെ, വയലിന്റെ നടുക്ക് ഒറ്റക്കാലിൽ നിൽക്കും കൊക്ക്. ഞാൻ ബുക്കിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കുകയാണ്, എന്നെ വേഗം രക്ഷിക്ക്. അടി കയ്യ്. എടാ, കയ്യൊക്കെ പിന്നീട് അടിക്കാം, വേഗം എന്നെ ഒന്ന് പുറത്തെടുക്ക്. പ്രശ്നമൊന്നുമില്ലല്ലോ. രക്ഷപ്പെട്ടു, വലിയ പ്രശ്നമൊന്നുമില്ലടാ. അതല്ല ഞാൻ ചോദിച്ചതേ ബുക്കിനോടാ, കാരണം അത് നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. എന്നാ പിടിച്ചോ, ഇത് പിടിച്ചോ. ഇത് പിടിച്ചോ. എന്നാ നടക്കാൻ പോകുന്ന GK കോമ്പറ്റീഷനിൽ ഞാനാണ് ജഡ്ജ്. എടാ, അത് സണ്ണിയും തോത്താളനും ബാക്കിയുള്ള എല്ലാരും പങ്കെടുക്കുന്നുണ്ട്. ആ കോമ്പറ്റീഷന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. GK-യിലെ ഞാൻ വളരെയധികം സ്ട്രോങ് ആണ്. അതെയോ? എങ്കിൽ ഇത് പറ, അക്ബർ എപ്പോഴാ വന്നത്? ഞങ്ങളുടെ വീട്ടിലേക്ക് രാവിലെ 5 മണിക്ക് വരുമായിരുന്നു. അദ്ദേഹം ചോദിച്ചത് പാലുകാരന്റെ കാര്യമല്ല, അക്ബർ ചക്രവർത്തിയെ കുറിച്ചാണ്. ഖന്നാ സാറേ, അവനോട് ചോദ്യം ചോദിച്ച് നമ്മുടെ സമയം മുഴുവൻ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. എന്നെ വെറുതെ ചെറുതായിട്ട് കാണരുത്. എന്നോട് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ അതിനൊക്കെ ശരിയായിട്ടുള്ള ഉത്തരം മാത്രമേ പറയുള്ളൂ. എങ്കിൽ പറ, 3 - 5 5 - 3 എത്രയാ? ശരിയായ ഉത്തരം. ഇതെന്ത് ഉത്തരവാടാ കഴുതേ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തൊക്കെ ചോദ്യം ചോദിച്ചാലും ഞാൻ അതിന് ശരിയായ ഉത്തരം മാത്രമേ പറയുള്ളൂ. ഓക്കെ, വീണ്ടും ഒരു ചോദ്യം കിട്ടി. എന്റെ അമ്മച്ചി, എന്തുവാണ് ഇത്? ഒരു ചോദ്യം കൂടെ കിട്ടി. എന്റെ കുട്ടികളെ, ബർത്ത്ഡേക്ക് കിട്ടി എനിക്ക് നല്ലൊരു ടെഡി. ചോദ്യങ്ങളുടെ ബുക്ക് ഇപ്പോൾ റെഡി. ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ബുക്കിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അടിപൊളി കന്നാ സാറേ, നാളെ കോമ്പറ്റീഷന് തയ്യാറായിരിക്കുന്നെന്ന് പറയ്. അല്ല, ഞാൻ ഇപ്പൊ എന്തായാലും തയ്യാറല്ല. ഒരു നല്ല സൂപ്പർ സൂട്ട് വാങ്ങിക്കണം. നാളെ അല്ലേ കോമ്പറ്റീഷൻ? എപ്പോ വാങ്ങാൻ പോകുന്നു? മറ്റന്നാളാ? അതെന്തായാലും കലക്കി. കാട്ടിൽ പോയി പുലിയെ കണ്ടാൽ അപ്പ തന്നെ ഓടിക്കോണം. നിങ്ങൾ 4 പേരും എന്റെ ഈ ബുക്ക് നോക്കിക്കോണം. നിങ്ങൾ നിഞ്ച ഫിലിം ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? അവര് ശത്രുക്കളെയൊക്കെ ദാ ഇങ്ങനെയാ ഇടിച്ച് ചമ്മന്തിയാക്കുന്നത്. പിന്നെ ദാ ഹീറോ എഴുന്നേറ്റേ അവനിട്ട് ദാ ഇതുപോലെ ഒരെണ്ണം കൊടുക്കും. പിന്നെ ഹീറോ ദാ ഇതുപോലെ ബുക്ക് അങ്ങോട്ട് എടുക്കും. എന്നിട്ട് വില്ലനെ നോക്കിയിട്ട് ദാ ഇങ്ങനെ ഒരു ഏറ. എടാ കഴുതേ, ഖന്നാ സാറിന്റെ ബുക്ക് നീ എന്തിനാടാ എടുത്ത് എറിഞ്ഞത്? വേഗം പോയി എടുത്തോണ്ട് വാ. ലോകത്തിലെ ഏറ്റവും നീചനായ വില്ലൻ അതാ ബുക്ക് എടുത്തോണ്ട് ഓടുകയാണ്. അവൻ അതിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചതിന് ശേഷം നാളെ തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. ഈ ചീറ്റിംഗ് സമ്മതിക്കാൻ പാടില്ല. വേഗം അവന്റെ കയ്യിൽ നിന്ന് ബുക്ക് വാങ്ങണം. സണ്ണി, ബുക്ക് തന്നേക്കേ, അല്ലെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ച് GK മുഴുവൻ പറഞ്ഞു തരും. ഇനി എന്തായാലും ഉമ്മാരെ ഒന്ന് പറ്റിച്ചേക്കാം. സണ്ണി, ആ ബുക്ക് നീ വായിക്കരുത്. ഇന്നത്തെ കാലത്ത് കുട്ടികളൊന്നും തന്നെ ബുക്ക് വായിക്കാറേയില്ല. എന്നിട്ട് വായിക്കുന്ന കുട്ടികളോട് വായിക്കാൻ പാടില്ലെന്ന് പറയുവാ. നിങ്ങൾക്ക് ബുക്കല്ലേ വേണ്ടത്? ഇന്നാ പിടിച്ചോ.
അതെ കൊച്ചളിയാ, ദേ എനിക്ക് ബുക്ക് കിട്ടിപ്പോയി. കലക്കി. ഒരു കൊതുക് ഓട്ടോയിൽ കയറിയിട്ട് തന്റെ കാലുകൾ വെളിയിലേക്ക് ഇട്ടു. ഡ്രൈവർ, മാഡം കാല് അകത്തേക്ക് ഇടൂ. കൊതുക് പറ്റില്ല. വഴിയിൽ ഏതെങ്കിലും ആനയെ കണ്ടാ ഞാൻ ചവിട്ടണമെന്ന് പറഞ്ഞു. അടിപൊളി തമാശ കേട്ടാ. എടാ ഇത് ജോക്ക് ബുക്കാണ്. അപ്പോ ആ റെഡ് ബുക്ക് എവിടെ പോയി? യഥാർത്ഥ ബുക്ക് ഏതാ എന്റെ കയ്യിലാ ഉള്ളത്. എന്നാ ഇത് പിടിച്ചോ, ഇതും കൂടെ ഇരിക്കട്ടെ. അല്ല, ഈ ബൈക്കിന് റിപ്പയർ ആവാൻ കണ്ട സമയം. മര്യാദയ്ക്കും ബുക്ക് തിരിച്ചു തന്നേക്ക് സണ്ണി. ഇതാ അയ്യോ, വേണ്ട, ഞാൻ ഇപ്പൊ താഴെ വീഴും. എടാ കുട്ടികളെ, മഴ പെയ്തപ്പോൾ കിണർ മുഴുവൻ വെള്ളമുണ്ട്. എന്റെ ബുക്ക് സൂക്ഷിച്ചതിന് നന്ദിയുണ്ട്. അടികൈ. ഹ്യൂസ്റ്റനുള്ള ബുക്ക് അതാണെങ്കിൽ പിന്നെ ഈ ബുക്ക് ഏതാ? എന്റെ പോക്കറ്റ് മുഴുവൻ കാലി. എന്റെ കൂട്ടുകാരിയുടെ പേര് മോളി. ഇന്റർനെറ്റിൽ ഫോട്ടോയാണ് ട്രെൻഡിങ്. ഇതാണ് കവിതകളുടെ എൻഡിങ്. കന്ന സാറേ, സാറ് ചോദ്യങ്ങളോടൊപ്പം തന്നെ കവിത എഴുതി വെച്ചിരിക്കുകയാണല്ലോ. ഇല്ലടാ കുട്ടികളെ, ചോദ്യങ്ങളുടെ ബുക്ക് എന്റെ പക്കൽ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് മുഴുവൻ നിങ്ങൾ എല്ലാരും കൂടെ എന്റെ കവിത ബുക്കാണ് സൂക്ഷിച്ചത് അല്ലേ? ഹോ, എന്റെ അമ്മച്ചേ, ഇതിനു വേണ്ടിയാണോ ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടത്? ഈ കാര്യം നമ്മൾ അറിഞ്ഞേ ഇല്ലല്ലോ. ഇങ്ങയുടെ കവിത കേട്ട് കേട്ട് എപ്പോഴും കാതിന്റെ പണിയാണ് തീരാറ്. ഇപ്പതേ കാലിന്റെ പണിയും തീർന്നു. അല്ലേ? അല്ല, ആരാ ഈ ഫോൺ വിളിക്കുന്നേ? ഹലോ ഹലോ പോപ്പട്ടെ. ആ പറയടാ, എന്താ കാര്യം? ഒന്നുമില്ല, വീട്ടിലെ ടെലിഫോൺ ഒന്ന് ചെക്ക് ചെയ്തതാ. ഓക്കെ, ബൈ. ഓ, പിന്നെ ആരാ ഈ കിടന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? ഹലോ ഹലോ, എടാ പോപ്പട്ടെ. വേഗം പറയടാ, നിനക്ക് എന്താ വേണ്ടത്? ഓ ഒന്നുമില്ല, വെറുതെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്തതാണ് ഞാൻ. എന്നാ വെക്കട്ടെ? ഓ, ഇവന്റെ ശല്യം കൂടി കൂടി വരിക. ഇപ്പൊ നീ എന്താ ടെലിഗ്രാം ആണോ ചെക്ക് ചെയ്തത്? വെക്കടാ ഫോൺ. ഇനി വിളിച്ചാൽ നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ ദൈവമേ, ഏത് നേരത്താണ് ഇവനൊക്കെ ഫ്രണ്ടായിട്ട് കിട്ടിയത്? സംശയമുണ്ടോ? എന്റെ പോപ്പട്ടെ, ലോകത്തുള്ള എല്ലാവർക്കും വേണം സുരക്ഷ. ഒരു കോളേ വിളിച്ചുള്ളൂ, അതിനാണോ ഇത്രയും വലിയ ശിക്ഷ? അയ്യോ, ഇത് ഖന്ന സാറായിരുന്നോ? ഞാൻ ആള് മാറി അറിയാണ്ട് പറഞ്ഞു പോയതാ. അല്ല, സാർ എന്തിനാ വിളിച്ചത്? അത് പിന്നെ പോപ്പട്ടെ, എനിക്കല്ല, ഹണിക്കെന്തോ പറയാനുണ്ട്. ഹലോ പോപ്പട്ടെ, ഞാൻ ജസ്റ്റ് ഖന്ന സാറിന്റെ മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്തതാണ്. എന്നാ ശരി, വെക്കട്ടെ. 4G ഇല്ലെങ്കിൽ 3G കിട്ടുന്നവരെ ക്ഷമിക്കാം. 2G ആയാലും കുഴപ്പമില്ലാന്ന് വെക്കാം. പക്ഷെ ഈ ഹണിയുടെ കയ്യിലിരിപ്പ് ഒട്ടും ക്ഷമിക്കാൻ പറ്റില്ല. അയ്യോ, പോയി. അയ്യോ, എന്റെ മൊബൈൽ പോയി. ഈ കോണിക്ക് എന്താ പറ്റിയ? അയ്യോ, അയ്യോ, അയ്യോ,
എടാ ഒരുപാട് സമയമായല്ലോ. മാർക്കറ്റിൽ പോയ പോപ്പട്ട് വന്നില്ല. അവൻ ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടിയോ? പോപ്പട്ട് ഏതെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് പെടാനോ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അവന് എന്റെ കൂട്ടുകാരനാ. എന്ത് പ്രശ്നം വന്നാലും അതിൽ നിന്നൊക്കെ ഊരി പോന്നോളും. ഇപ്പോൾ കിട്ടിയ ഒരു ചൂടുള്ള വാർത്ത. ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് ഏതോ ഒരു വെള്ളപ്പോപ്പട്ട് പറന്നെത്തിയിരിക്കുകയാണ്. അതിനെ തൊട്ടാൽ മാരകമായ വൈറസ് പടരും. അത് മുഖേന ഉണ്ടാകാൻ മാരകമായ രോഗങ്ങൾ. ഈ ശബ്ദം സണ്ണിയുടെ പോലുണ്ട്. അപ്പോൾ വെള്ളപ്പോപ്പട്ടെ പറയൂ, എന്താണ് നിന്റെ പേര്? എന്റെ വളരെ ഭീകരമായ ഒരു പേരാണ്. മാത്രമല്ല ഈ വെള്ളപ്പോപ്പട്ടിന്റെ ശബ്ദം നമ്മുടെ പോപ്പട്ടിന്റെ പോലെ ഉണ്ടല്ലോ. പറയൂ, നിങ്ങളുടെ വൈറസിനെ എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഞാൻ അഥവാ ഇതൊരു ആനയെ തൊട്ട് കഴിഞ്ഞാൽ ആ ആന ചെറിയാൻ സാധ്യതയുണ്ട്. പശുവിനെ തൊട്ടാൽ അതിന്റെ പാല് വിഷമായേക്കാം. അതിരിക്കട്ടെ, ഇത് പറയൂ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയച്ചതാരാണ്? എന്നെ നമ്മുടെ ശത്രുരാജ്യം അയച്ചതാണ് എല്ലാവരുടെയും വിശ്വാസം. നിങ്ങൾ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ പ്രകാരം ഇതിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും നമുക്ക് വലിയ ആപത്തുണ്ടാക്കുമെന്നാണ് പറയുന്നത്. അഥവാ ഇത് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളുടെ ചെവി അടച്ചു പിടിക്കുക. ക്യാമറമാൻ ദേവരാജിനോടൊപ്പം ചതുർവേദി ഇന്നത്തേക്ക് മാത്രം. അയ്യോ അല്ല, ഈ വാർത്ത തെറ്റാണ്. വേഗം ഇവിടുന്ന് പുറത്തു പോവാൻ നോക്ക്. വെറുതെ വൈറസ് പടർത്തരുത്. അയ്യോ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഞാൻ അപകടകാരിയല്ല. കൂട്ടുകാരെ, ടി വി വെച്ചപ്പോഴും നമ്മൾ പോപ്പട്ടിന്റെ ശബ്ദം കേട്ടായിരുന്നു. ഇതാ ഇവിടുന്ന് ഇപ്പോൾ പോപ്പട്ടിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ പോപ്പട്ടിനെ കാണാതായതിനു ശേഷം ഈ പോപ്പട്ടിന്റെ വാർത്ത വന്നത്. ഇത് തീർച്ചയായും നമ്മുടെ പോപ്പട്ടാണ്. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഉറപ്പ് വരുത്തിക്കോട്ടെ. അടിച്ചു, പൊളിച്ചു, തിമിർത്തു. എന്റെ കൂട്ടുകാരിതാ എത്തി. എന്നെ ഒന്ന് രക്ഷിക്കേ. ഇവരെല്ലാരും കൂടി എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമത്തിലാണ്. എന്നെ രക്ഷിക്കണേ. ഇതെല്ലാം സണ്ണിയുടെ പണിയാ. ഇത് വൈറസ് പടർത്തുന്ന പോപ്പട്ടാണെന്ന് ഇവൻ എല്ലാരും വിശ്വസിപ്പിച്ചിരിക്കുക. വേഗം വാ, നമുക്ക് അവനെ പിടിക്കാം. ഏയ്, നിക്ക്. ഈ വെള്ള പോപ്പറ്റിനെ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും പുറത്തു കൊണ്ടുപോയി കളയേണ്ടി വരും. അവിടെ നിക്ക്. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണ്. ഈ പോപ്പട്ട് ഞങ്ങളുടെ കൂട്ടുകാരനാണ്. പോപ്പറ്റ് ഗ്രീൻ അല്ലേ, ഇത് വൈറ്റ് അല്ലേ? ഇവനെ വേഗം പുറത്താക്കണം. അവൻ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. അവൻ നമ്മുടെ കൂട്ടുകാരനാണെന്ന് അവന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും. ഓഹോ, നിങ്ങൾ കാല് മാറിപ്പോയതാണ്. ഇതാ പോപ്പറ്റ് അല്ല. സീബ്ര ചേട്ടാ, ഞാൻ ചേട്ടന് വേണ്ടിട്ട് നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ തരില്ല, ഞാൻ പിന്നെ തരാം. I am proud of you, my tiger. പോപ്പട്ടിനെ നമുക്ക് രക്ഷിക്കണം. ഞാൻ സഹായിക്കണോ? അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും. അല്ല, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കുക, ഞാൻ പോപ്പട്ടാണോ അതോ വോളിബോൾ ആണോ? ഞങ്ങളുടെ കൂട്ടുകാരനെ. അയ്യോ. അവന്മാര് മൂന്നും ആ വെള്ള പോപ്പറ്റിനെ കൊണ്ട് ഓടി. നിന്നെ ഒന്നും ഞാൻ വിടാൻ പോകുന്നില്ലടാ. നിന്നെ കണ്ടിട്ട് ഇപ്പൊ പൊപ്രാവിനെ പോലെ ഉണ്ടല്ലോ. പോപ്രാവോ? അതെ, പോപ്പട്ടിന്റെ പ്രാവിന്റെ മിക്സ് ആണ് പൊപ്രാവ്. ആഹാ, താങ്ക് യു.
എന്റെ അമ്മച്ചി നിങ്ങളെന്തായി കാണിച്ചത് കൂട്ടുകാരെ ഞങ്ങൾ ആ വെള്ളപ്പോപ്പണ്ണ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടു. എങ്ങോട്ട് ഓടിച്ചെന്നാ? ദാ ഇവിടെ തന്നെ. ഇവിടെ അതിന്റെ വൈറസ് ഇവിടെയുണ്ട്. അതെ, പക്ഷെ ഈ പച്ചപ്പൂച്ച നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവന്റെ വൈറസ് നാട്ടിൽ പടരുന്നതിന് മുമ്പ് നമുക്ക് ഇവനെ നാട്ടിൽ നിന്ന് എന്നേക്കുമായിട്ട് ഓടിക്കണം. അതെ, ഇത് സത്യമൊന്നും അല്ല. ഞാൻ സണ്ണിയാണ്. ഇവരാണ് എന്റെ പുറത്ത് ഈ പച്ച നിറം പൂശിയത്. അതിന് നിന്നോട് എന്തിനാ ഇവരിതൊക്കെ ചെയ്യുന്നേ? പറ ഞങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? കാരണം ഞാൻ പോപ്പട്ടിനെ വൈറസ് ഉള്ള വെള്ളപ്പോപ്പട്ടാന്ന് എല്ലാരും തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെല്ലാം മണ്ടന്മാരാക്കിയതാണ്. അതുകൊണ്ടാണ് ഈ പോപ്പട്ട് ഇങ്ങനെ അപകടത്തിൽ പെട്ടത്. സോറി. നിക്ക് ഞാൻ തെളിവ് തരാം. ഇതിലും വലിയ തെളിവ് സ്വപ്നങ്ങളിൽ മാത്രം. ഈ പാവം പോപ്പനോട് എന്തിനാ നീ ഇത് ചെയ്തത്? അവിടെ